എങ്ങനെയുണ്ട് ഇപ്പോൾ ജനങ്ങളുടെയൊക്കെ വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയുണ്ട്? വളരെ വളരെ നല്ല പ്രതികരണമാണ്. കാരണം ഈ ഇത്രയും മഴയത്തും ഭയങ്കര മഴയായിരുന്നു. നമ്മൾ പത്തനംതിട്ടയിൽ കുറച്ച് മൂവ് ചെയ്തപ്പോൾ തൊട്ട് നല്ല മഴ ആയി. പക്ഷേ മഴയത്തും വളരെ ആവേശത്തോടുകൂടി ആളുകൾ ഈ വാഹന പ്രചരണ ജാഥയിൽ പങ്കെടുക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ സഞ്ചരിക്കുന്ന റോഡില്ലേ, ഇത് കിഫ്ബിയിലൂടെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ള റോഡാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. മണ്ഡലത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് കുളനട നിന്ന് തുടങ്ങി ഈ വാഴക്കുന്നം, അതായത് എനിക്ക് മണ്ഡലത്തിൻ്റെ അതിർത്തി ഇവിടുന്ന് കുറച്ച് താഴേക്ക് പോകുമ്പോൾ അവിടെയാണ് ഒരതിർത്തി. അപ്പോൾ 7 തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ കടന്നു പോകുന്ന 150 കോടി രൂപ ചെലവഴിച്ച് കിഫ്ബിയിലൂടെ നിർമ്മിച്ച ഒരു റോഡാണ്. ഈ റോഡ് മാത്രമല്ല, ഇപ്പോൾ 10 വർഷം മുൻപ് ഒറ്റ റോഡ് പോലും BMNBC ടാറിങ് ചെയ്തത് ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. എല്ലാം കല്ലൊക്കെ ഇളകി കിടക്കുന്ന, നമുക്ക് ഇപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നത് പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, അതിമനോഹരമായിട്ട് ടാർ ചെയ്ത BMNBC ടാറിങ് ചെയ്ത റോഡ്. ഇപ്പോൾ UDF ഒരു പ്രധാനപ്പെട്ട ആരോപണം നേരത്തെ തന്നെ നിരവധി തവണ UDF ഉന്നയിച്ചതാണ്. അതിനൊക്കെ എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത്? ഈ പദ്ധതികളുടെ കാര്യം ഇപ്പം മാഡം പറഞ്ഞതുപോലെ തന്നെ നിരവധി പദ്ധതികൾ അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. പക്ഷേ തട്ടിക്കൂട്ട് ഉദ്ഘാടനങ്ങളാണ് എന്നൊരു വിമർശനം UDF ഉന്നയിച്ചിരുന്നു. അല്ല, അതിൽ അവരോട് പ്രത്യേക നന്ദിയുണ്ട്. കാരണം ഇത്രയും പദ്ധതികൾ ഇവിടെ നടക്കുന്നു എന്നൊരു നല്ല പ്രചരണം അവർ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തുമുള്ള ആളുകൾ ഈ പദ്ധതികൾ, ഇവിടെ ഈ പാലം നിർമ്മിച്ചു, അത് പൂർത്തീകരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ കോഴഞ്ചേരി ആശുപത്രി നിർമ്മാണം പൂർത്തീകരിച്ചു, ജനറൽ ആശുപത്രിയിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ വലിയ പ്രചരണം കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ റോഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇത് പൂർത്തീകരിച്ച റോഡാണ്. ഈ നമ്മൾ വരുന്ന വഴിക്ക് വലതുവശത്തായിരുന്നു. ഇപ്പോൾ കടമനിട്ട ജംഗ്ഷനിൽ നിന്ന് നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിൽ നമ്മുടെ കടമനിട്ട സ്കൂൾ, പ്രശസ്തനായ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കവി കടമനിട്ട രാമകൃഷ്ണൻ, ആദരണീയനായ അദ്ദേഹം പഠിച്ച, അതുപോലെ കടമനിട്ട വാസുദേവപിള്ള സാറൊക്കെ പഠിച്ച, ഒരുപാട് പ്രതിഭാധനരായിട്ടുള്ള ആളുകൾ പഠിച്ച സ്കൂളാണ്. അവിടെ 6 കോടി രൂപ ചെലവഴിച്ച് ബഹുനില കെട്ടിടം അവിടെ പൂർത്തീകരിച്ചു. ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ നേരത്തെ തന്നെ വന്നു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന്റെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വന്നു. അത് LDFന്റെ ഒരു മുൻതൂക്കമാണോ? തീർച്ചയായിട്ടും അതെ. കാരണം ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണല്ലോ. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ മുന്നൊരുക്കത്തോടെ, അത് കൃത്യമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ആലോചിച്ച്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി ചിട്ടയായി നടന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അത്. അപ്പോൾ അത് ആദ്യം തന്നെ അത് പ്രഖ്യാപനം നടത്തുകയും അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം നൽകുന്നത് തന്നെയാണ്. സംസ്ഥാനത്ത് LDFന് എത്ര സീറ്റ് വരെ കിട്ടുമെന്നാണ് മാം കരുതുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 2021 സീറ്റുകൾ ഈ 2026 കേരളത്തിൽ കിട്ടും. കാരണം വികസനമാണ് കൺമുന്നിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യമാണ് ഇതെല്ലാം. ആ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾക്കും വികസനത്തിനുമാണ് വോട്ട്.